പണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നല്ലോ കുബേരൻ. സ്വർണത്തിന്റെ കൊട്ടാരങ്ങളും രത്നങ്ങളുടെ കുന്നുകളും അദ്ദേഹത്തിന് സ്വന്തമായുണ്ടായിരുന്നു. പക്ഷെ ആ സമ്പത്ത് കുബേരനിൽ വലിയൊരു അഹങ്കാരം വളർത്തി. എന്റെ അത്രയും ഐശ്വര്യം ഈ ലോകത്ത് ആർക്കുമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഒരിക്കൽ തന്റെ സമ്പത്ത് ലോകത്തെ കാണിക്കാനായി കുബേരൻ ഒരു മഹാസദ്യ ഒരുക്കി. എല്ലാവരെയും ക്ഷണിച്ചു. കൈലാസനാഥനായ പരമശിവനെ ക്ഷണിക്കാൻ കുബേരൻ നേരിട്ടെത്തി. കുബേരന്റെ മനസ്സിലെ അഹങ്കാരം കണ്ട മഹാദേവൻ മന്ദഹാസത്തോടെ പറഞ്ഞു, കുബേര, എനിക്ക് വരാൻ കഴിയില്ല. പക്ഷേ എൻ്റെ മകൻ ഗണപതി വരും. അവനെ നീ നന്നായി സൽക്കരിക്കണം. സദ്യവട്ടങ്ങൾ ഒരുങ്ങി. ആയിരക്കണക്കിന് വിഭവങ്ങൾ. ഗണപതി സദ്യക്കിരുന്നു. ആദ്യം വിളമ്പിയ ചോറും കറികളും നിമിഷ നേരം കൊണ്ട് ഗണപതി കഴിച്ചു തീർത്തു. വീണ്ടും വീണ്ടും വിളമ്പി. പക്ഷെ ഗണപതിയുടെ വിശപ്പടങ്ങുന്നില്ല. ഇനിയും വേണം, ഇനിയും വേണം എന്ന് പറഞ്ഞ് ഗണപതി ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരുന്നു. കൊട്ടാരത്തിലെ പാചകപ്പുരയിലുള്ള ഭക്ഷണമെല്ലാം തീർന്നു. അരിക്കലങ്ങളും പച്ചക്കറികളും തീർന്നു. എന്നിട്ടും ഗണപതിക്ക് വിശപ്പ് മാറുന്നില്ല. ഗണപതി കൊട്ടാരത്തിലെ പാത്രങ്ങളും കസേരകളും വരെ തിന്നാൻ തുടങ്ങി. ഒടുവിൽ ഗണപതി കുബേരന്റെ നേർക്ക് തിരിഞ്ഞു. എനിക്ക് വിശക്കുന്നു കുബേര, നീ കൂടി എൻ്റെ ഉള്ളിലേക്ക് വരൂ. പേടിച്ചു വിറച്ച കുബേരൻ കൈലാസത്തിലേക്ക് ഓടി. ഭഗവാൻ ശിവന്റെ പാദങ്ങളിൽ വീണ് നിലവിളിച്ചു, ഭഗവാനെ, എന്നെ രക്ഷിക്കൂ. എന്റെ സർവ്വസമ്പത്തും നൽകിയിട്ടും ആ ഒരു കുഞ്ഞിന്റെ വിശപ്പടക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. മഹാദേവൻ കുബേരനെ നോക്കി ശാന്തമായി പറഞ്ഞു, കുബേര, നിനക്ക് നിന്റെ ധനത്തിലായിരുന്നു അഹങ്കാരം. പക്ഷെ ഭക്തിയില്ലാതെ നൽകുന്ന ഈ സ്വർണത്തിനും വജ്രത്തിനും ഒരു ചെറിയ കുഞ്ഞിന്റെ വിശപ്പടക്കാൻ പോലും കഴിയില്ല. അന്ന് ഉച്ചവെയിലിൽ തിളങ്ങുന്ന മഹാദേവന്റെ തേജസ്സിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കുബേരന്റെ കണ്ണു തുറന്നു. എത്ര വലിയ ധനവാനായാലും വിനയമില്ലെങ്കിൽ അത് വെറും പൂജ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കൈകൾ കൂപ്പി കുബേരൻ മാപ്പിരുന്നു. അന്നുമുതൽ അദ്ദേഹം തന്റെ ധനം ലോകക്ഷേമത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു.